ഹായ്, ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷം കണ്ടാലോ. രാവിലെ തന്നെ പപ്പ ചിക്കൻ ഇങ്ങനെ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടി ചീനി അങ്ങ് പിഴുതു. നമ്മുടെ വീട്ടിലെ വലിയ ചീനിയാണെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കും അമ്മ. അപ്പോൾ തന്നെ ചീനി അരിഞ്ഞ് അമ്മ ഇങ്ങ് തന്നു. ഇതാണ് മാളു, അനിയൻ്റെ ഭാര്യയാണ്. അവൾ ചീനി വൃത്തിയാക്കിയെടുത്ത് ചിക്കനുള്ള ഉള്ളി അരിയാൻ തുടങ്ങി. പിന്നെ ഞാൻ ചിക്കൻ്റെ പണി അങ്ങ് തുടങ്ങി. കൂടെ ചീനി അങ്ങ് വെന്ത് വന്നപ്പോഴേക്കും അതിനകത്ത് തേങ്ങയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി ഒന്ന് കുഴച്ചെടുത്ത്. അങ്ങനെ ചിക്കൻ കറിയും റെഡിയായി. ഇനി ടേസ്റ്റ് ചെയ്യില്ല. ഞങ്ങൾ രണ്ടും കൂടി ടേസ്റ്റ് ചെയ്ത് കറിയുടെ 1/4 തീരും. ഇനി ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കറി കാണില്ല എന്ന് പറഞ്ഞ് അതങ്ങ് മാറ്റി. പിന്നെ കുറച്ച് ചിക്കനും വറുത്തും മോരും കാച്ചി ഉച്ചയ്ക്കുള്ള ചോറ് അങ്ങ് റെഡിയായി. ചോറും കഴിച്ചൊന്ന് കിടക്കാമല്ലോ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴേ ഹർഷന് കേക്ക് വേണമെന്ന് പറഞ്ഞത്. പിന്നെ കൊച്ചുങ്ങൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് ചെയ്യണ്ടേ. അങ്ങനെ പ്ലം കേക്കും അങ്ങ് ഉണ്ടാക്കി. രാത്രിയായപ്പോൾ ഗ്രില്ല് ചെയ്യാമെന്നും പറഞ്ഞ് കുറച്ച് ചിക്കൻ അങ്ങ് വാങ്ങി. എന്താ ആഘോഷം വന്നാലും കോഴിക്കല്ലേ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തത്. പിന്നെ രാത്രി വീട്ടിൽ തന്നെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പരിപാടി അങ്ങ് ആരംഭിച്ചു. പാത്രം കഴുകാൻ വൈകിട്ട് കൊണ്ട് എല്ലാവരും ഒരു പാത്രത്തിലിരുന്നാണ് കഴിക്കുന്നത്. വയറ് നിറഞ്ഞപ്പോൾ ഇനി ആർക്കും വീട്ടിൽ നിൽക്കേണ്ട, എവിടെയെങ്കിലും പോയാലോ എന്നായി. ഒട്ടും നോക്കിയില്ല, ഞങ്ങൾ എല്ലാവരും വണ്ടിയും എടുത്തിറങ്ങി ബീച്ചിൽ പോകാനാണ് തീരുമാനിച്ചു. സമയം നോക്കിയപ്പോൾ 11:45. പിന്നെ തേവള്ളി പാലത്തിൽ ചെന്നിറങ്ങി. അപ്പോഴേക്കും ന്യൂ ഇയർ അങ്ങായി. പാലത്തിൽ നിന്ന് ആഘോഷം കൊണ്ട് ഞങ്ങൾ കടവ് പള്ളിയിലോട്ട് പോയി. അവിടെ നിൽക്കുന്നത് ഞങ്ങളെ പിള്ളേരെല്ലാം. പിന്നെ അവരുമായി സൊറയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങ് പോന്നു.